എന്താ ധാനെ കുഴിച്ചാനല്ല വാഴ വെക്കാനാണ്. നീ മാറി, ചെറിയ കുഴി മതി. നിങ്ങൾക്കല്ലേ വാഴ വെച്ച് ശീലം. ആ മാറി. നാളെ അവിടെ കൊടുക്കാനായിട്ടേ പൈസ വേണോട്ടാ. ഇവിടെ കൊടുക്കാം. അവിടെ മേടിച്ചു കൊടുക്കാനായിട്ട്. എന്റെ അടുത്ത് പൈസയൊന്നുമില്ല. എന്റെ അടുത്ത് എവിടെ പൈസ പിന്നെ? എന്റെ അടുത്ത് പൈസ ഇല്ലട്ടാ. എന്റെ പൈസ എന്റെ അടുത്ത് തന്ന പൈസ നിങ്ങൾ മേടിച്ചിട്ടില്ലേ? പിന്നെ എന്റെ അടുത്ത് പൈസ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് മുഴുവൻ പൈസ മേടിച്ച് കടം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൈസ ഉണ്ടോ കയ്യിൽ? പൈസയും ഇല്ല. പിന്നെ പണിയെടുക്കണ കാശേ എന്റെ അടുത്തോട്ട് താ, ഞാൻ നടത്തി തരാം കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് കൊടുക്കപ്പേ അമ്മ ആട്ടി തരും. നിന്റെ അടുത്താ? ഞാൻ തരാം. അവസാനം പിന്നെ ഞാൻ പൈസ ചോദിക്കുമ്പോഴേ ആ ഊന്ന് എന്നോട് പറയാൻ നിൽക്കരുത്. നാളെ ആവട്ടെ. ഡേ, നീയല്ലേ പറഞ്ഞത് നിന്റെ അടുത്തുണ്ടേ പൈസ തരാൻ, കാര്യങ്ങളൊക്കെ നീ നോക്കണമെന്ന് പറഞ്ഞില്ലേ? 100 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്, ബാക്കി 100 രൂപ ചായയും ചോറൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടാ. കാര്യങ്ങളൊക്കെ നടത്തിക്കോളൂല്ലേ? ഇനി എനിക്കറിയാം കാര്യങ്ങൾ അങ്ങനെ നടത്തണം. ഞാൻ നടത്തി കാണിച്ചു തരാം, കടവും കടപ്പാടും മേടിക്കാണ്ട് കേട്ടാ. നോക്കിക്കോ, നിങ്ങളിങ്ങനെ നോക്കി നോക്കി നിന്നോ കേട്ടാ. മീൻ മേടിക്കണം, 200 രൂപ ഉണ്ടാ. തരാൻ ബുദ്ധിമുട്ടെന്നാണ്. പിന്നെ ശനിയാഴ്ച ഒരു 3000 രൂപ വേണം അടയ്ക്കാനായിട്ട്. അറിയാലോ എന്തിനാണെന്നുള്ളത്. പിന്നെ ഇതിനകത്തൊരു 100 ചില്ലാൻ രൂപ മരുന്ന് മേടിക്കണം. എനിക്കല്ല, നിനക്കാണ്. അപ്പം അതിന് പൈസ വേണം കേട്ടാ. അപ്പം ഇതെല്ലാം കാര്യങ്ങളൊക്കെ നീ നടത്തണം. നടത്താമെന്ന് പറഞ്ഞോണ്ട് ഞാൻ തന്നത് കേട്ടാ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കോ. ഇതിപ്പോ 150 പോയാൽ ബാക്കി 450 രൂപ ഉണ്ടാവൂലേ? നിങ്ങളുടെ ഇരിക്കുകയാണെങ്കിൽ ഈ 450 ഉണ്ടാവൂല. ചേച്ചി പാലിന്റെ പൈസ കേട്ടാ, ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ തരാട്ടാ. എത്രയാണ് പാലിന്റെ? പാലിന്റെ പൈസ 350. അല്ല 450, ഇനി 350 പോയാൽ ബാക്കി 100 രൂപയുള്ളൂ. 100 രൂപ കയ്യിൽ വെച്ചു. അയ്യോ, അപ്പൊ നാളെ കുടുംബശ്രീ കൊടുക്കണ്ടേ? എന്നോടൊന്നും ചോദിക്കണ്ട. ഞാൻ പണിയെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ പണിക്കാശിൻ്റെ ഒക്കെ ഇനി കൊടുക്കല എന്ത് പരിപാടിയായാലും എന്നോട് ചോദിക്കാൻ നിൽക്കരുത്. 10 പൈസ എന്നോട് ചോദിക്കാൻ നിൽക്കരുത്. എൻ്റെ അടുത്തില്ല. കൊടുത്തോ, എല്ലാം കൊടുത്തോ. എൻ്റെ അടുത്തൊരു പൈസ ഇല്ല. നീ എന്താണ് പറഞ്ഞത്? നിൻ്റെ കയ്യിലോട്ടാണ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നടത്താം. പറ്റണ്ട ഇല്ലേ? എടി നമ്മ സാധാരണക്കാരാണ്. ദിവസവും പണിയെടുക്കുന്ന പൈസയും കൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ഓടുമൊന്നുമില്ല മോളെ. നിനക്ക് തോന്നലാണ് അതൊക്കെ. ഈ പണി ഉണ്ടായിട്ടിങ്ങനെ പണിയില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ട്? ഈ കുടുംബത്തിൽ വേണ്ട സാധനങ്ങൾ ഇല്ലേ? അരി, പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, മഞ്ഞപ്പൊടി, അങ്ങനെ തുടങ്ങി എന്ത് സാധനങ്ങളും ഈ കുടുംബത്തിൽ ആവശ്യമല്ലേ? ഭക്ഷണം കഴിക്കണ്ടേ? ഇതൊക്കെ എങ്ങനെ നടത്തും? അപ്പോൾ ചിലപ്പോൾ കടം മേടിക്കേണ്ടി വരും. കടം മേടിച്ചത് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം നടത്തേണ്ടി വരും. അപ്പം ഇത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ടേ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വീട്ടിലെന്ന് പറയണവരും നല്ല കാര്യങ്ങൾ. ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം. ഇപ്പം നാളെ നിങ്ങൾക്ക് കുടുംബശ്രീ പൈസ അടയ്ക്കണം. എവിടെ നിന്ന് അടയ്ക്കും? ഞാൻ തന്നെ തരണ്ടേ? എങ്ങനെ തരും? അതാണ് പറയണത്. അപ്പം നിൻ്റെ ഇരുന്നാലും എൻ്റെ ഇരുന്നാലും പൈസയുടെ ചിലവൊക്കെ കണക്ക് തന്നെ. ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം. അപ്പം അതുകൊണ്ട് ഈ വണ്ടി ആര് വലിക്കണം? ഞാൻ തന്നെ വലിക്കണം. വേണ്ടേ? അപ്പം ഇനി നാളെ വരുമ്പോൾ അവൾക്ക് പൈസ വേണോ? വേണ്ട. ഇപ്പം മനസ്സിലായ കാര്യങ്ങൾ? മനസ്സിലായില്ലേ? അതാണ്.